ഒരു ഭിത്തിക്ക് അപ്പുറം ഇപ്പുറമായിട്ട് 2 വീടുകളിലായിട്ട് 2 കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത്. ഒരു അടച്ചുറപ്പോ ഒന്നുമില്ല. ഞങ്ങൾ സത്യം പറഞ്ഞ സ്വപ്നം പോലും കാണി ഞങ്ങൾക്കൊരു മുറി പണിയാൻ പോലുമുള്ള ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായില്ല. ഒരിക്കലും ഞങ്ങളിത് സ്വപ്നം കണ്ടവരെന്നല്ല. ഞങ്ങൾക്ക് സാറ് കുടിവെള്ളം തന്നു. അതോടുകൂടി ഞങ്ങൾക്കൊരു ദൈവം ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഏറ്റവും ആവശ്യം നമുക്കൊരു കുടിവെള്ളം, ഒരു വീടുമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വീട് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നല്ല. സാറ് ഞങ്ങളുടെ ഇടയ്ക്ക് വന്നത് പിന്നെയാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വീടിനകത്ത് ബാത്റൂം, കുളിമുറി, അടുക്കളയിൽ പാത്രം കഴുകാനുള്ള സെറ്റപ്പ് എല്ലാം സാറ് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പം ഇതിൽ 2 ലക്ഷം രൂപ മാത്രമേ മുടക്കുള്ളൂ. അത് പഞ്ചായത്തിൽ നിന്ന് തന്ന പൈസ മാത്രമേ ഞങ്ങൾക്ക് മുടക്കുള്ളൂ. ആകെ തല്ലിപ്പൊളിഞ്ഞൊരു വീട്, ഓലകളൊക്കെ വലിച്ചു കെട്ടി, ഷീറ്റ് വലിച്ചു കെട്ടി, മഴയത്ത് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നിന്ന് ഞങ്ങൾ ഇരുന്നൊക്കെ ആയിട്ട് ഞങ്ങൾ നേരം വിളിക്കാറുണ്ട്. അതുപോലെ ഒരു അസുഖം വന്നാൽ സാറിനോട് പറഞ്ഞാൽ സെക്കൻഡിൽ ആളെ വിട്ട് അവരെന്താണെന്ന് അന്വേഷിക്കുക, ഞങ്ങളെ കൊണ്ടുപോയി മരുന്ന് ഞങ്ങൾക്ക് തരിക, കണ്ണിന് ചികിത്സിക്കുക, അല്ലാത്ത രോഗങ്ങൾക്ക് ഡയാലിസിസ് എല്ലാം സാറ് ചെയ്യും. ഒരു വസ്ത്രം ഇല്ലയെന്ന് പറഞ്ഞാൽ പോലും സാർ അത് അപ്പം എത്തിച്ച് ഞങ്ങൾക്ക് തരാറുണ്ട്. ആദ്യമൊക്കെ ഞങ്ങൾക്ക് അടുക്കളയിലേക്ക് കയറാനായിട്ട് ഭയങ്കര വിഷമം, ബുദ്ധിമുട്ടുമായിരുന്നു. കാരണം അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞാൽ അടുക്കളയിൽ ഒരു സാധനമില്ല, എന്താ ഉണ്ടാക്കുന്നത്, എങ്ങനെ ചെയ്യുന്നതെന്നൊരു നമുക്കൊരു ടെൻഷനാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. കാരണം അടുക്കളയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അടുക്കളയിൽ നല്ല നിറവാണ്. ഇപ്പോൾ വെറും 500 രൂപ കൊണ്ട് നമ്മൾ സ്റ്റാൻഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലേക്കുള്ള ഒരാഴ്ചത്തേക്കുള്ള സർവ്വത്ര സാധനവും മേടിച്ചുകൊണ്ട് നമുക്ക് പോരാം. അന്ന കമ്പനി കഴിഞ്ഞ് 6ാമത്തെ വീടായിരുന്നു എൻ്റെ വീട്. നല്ലൊരു വീടായിരുന്നു. എൻ്റെ ഭർത്താവിന് തൊണ്ടയിൽ ക്യാൻസർ വന്നപ്പോൾ ആ വീട് വിറ്റു. ലൂർദിൽ 6-7 വർഷം ഞങ്ങൾ ചികിത്സിച്ചു. ആളും പോയി, നല്ല വീടും പോയി. പിന്നെ ഞങ്ങൾ കോളനി വീട് മേടിച്ചത് ഒരു ഭിത്തിക്ക് അപ്പുറം ഇപ്പുറമാണ് 2 വീട്ടുകാർ താമസിക്കണത്. എൻ്റെ മോന് 3 പെൺകുട്ടികളും ഞാനും. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാബു സാറ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. സാറിനോട് ആവശ്യപ്പെട്ടത്, സാറേ ഇനി ഞങ്ങൾക്ക് നല്ലൊരു വീട്ടിൽ കിടന്ന് മരിച്ചാൽ മതിയെന്ന്. എൻ്റെ തോളയിൽ മുട്ടിച്ച് പറഞ്ഞു, അമ്മച്ചി നല്ല വീട് പണിത് തരാമെന്ന്. വീട്ടുകാർ പോലും ഞങ്ങളെ ഉപേക്ഷിച്ച് കോളനി വീട് മേടിച്ചേക്കണ കാരണം പള്ളിയിൽ നിന്ന് ഒരു കരോള് പാടി വന്ന ലൈറ്റിട്ട് ഞാൻ ഇറങ്ങില്ല, നാണമായിട്ട് കോളനിയിൽ വന്ന് കിടക്കണേ. സാറ് നല്ല വീട് പണിത് തരാമെന്ന് പറഞ്ഞ് അന്ന് സമാധാനമായത് മനസ്സിൽ. സാബു സാറ് ഞങ്ങളുടെ ദൈവം. കേരളത്തിൽ മറ്റൊരിടത്തും കാണാത്ത രീതിയിലുള്ള മനോഹരങ്ങളായ ഈ 1 ലക്ഷം വീടുകളെ കിഴക്കമ്പലത്തുകാർ ഗോഡ്സ് വില്ല എന്നാണ് വിളിക്കുന്നത്. സംതൃപ്തരായ, പട്ടിണിയും ദാരിദ്ര്യവും ഒന്നുമില്ലാത്ത വീടുകളിൽ അവർ താമസിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതല്ലേ ദൈവത്തിൻ്റെ ആലയങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിലെ സ്ഥലത്തിൻ്റെ വില, പണിക്കൂലി ഇതൊക്കെ കണക്കൂട്ടുമ്പോൾ കേരളത്തിന് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നത് പ്രായോഗികമല്ല എന്ന് പലരും പറയാറുണ്ട്. അതിനുള്ള മറുപടിയാണ് കിഴക്കമ്പലം. ഗാർമെൻസിൻ്റെ അവിടെ കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുന്നു. വിതച്ച് ഒരുവിധം ഭാഗമായി വാഴ, മറ്റുള്ള മരച്ചീനി, പൈനാപ്പിൾ അതുപോലെയുള്ള സാധനങ്ങളും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നു. പഴമയിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടം 20 വന്നേ പിന്നെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നഷ്ടം വന്നാൽ തന്നെ നമുക്ക് ഇപ്പോൾ സഹായിക്കാൻ ആളുണ്ട് എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നതോടുകൂടി തന്നെ നമുക്ക് ചെയ്യാനുള്ള താല്പര്യം വർദ്ധിച്ചു. കഴിഞ്ഞ തവണ എൻ്റെയൊക്കെ 5000 വാഴകൾ ഒടിഞ്ഞു പോയി. അപ്പോൾ തന്നെ ഒരു വാഴയ്ക്ക് 100 രൂപ വെച്ച് തന്നെ 2020 നമുക്ക് തന്നു. അപ്പം നമുക്ക് ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ ഇതും കൂടി കൂടുമ്പോഴേക്കും നമുക്ക് നഷ്ടമില്ല. അതോടുകൂടി ജനങ്ങൾ കൂട്ടത്തോടെ കൃഷിയിലേക്ക് ഇറങ്ങാനും, ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് തന്നെ കൃഷിയിലേക്ക് അഭൂതപൂർവമായ ഒരു ഇത് വന്നതോടുകൂടി ജൈവ പച്ചക്കറിയുടെ ഒരു ഹമ്പായിട്ട് തന്നെ കിഴക്കമ്പലം മാറി. കൃഷി മുതലാകുന്നില്ല എന്നും പറഞ്ഞ് തരിച്ചു കിടന്നിരുന്ന 1000കണക്കിന് ഏക്കർ കൃഷിസ്ഥലമാണ് ഈ 5 വർഷത്തിനുള്ളിൽ കിഴക്കമ്പലക്കാർ പൊന്നി വിളയിച്ചത്. നെല്ല്, കരിമ്പ്, വാഴ തുടങ്ങി വിദേശങ്ങളിൽ പ്രചാരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ വരെ കിഴക്കമ്പലത്ത് ഇന്ന് സുലഭമാണ്. ട്രാക്ടർ, കൊയ്ത്ത് യന്ത്രം, പ്രോസസ്സിംഗ് യൂണിറ്റുകൾ തുടങ്ങി കൃഷിക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ഗ്രാമത്തിൽ അതിൻ്റെ ഭരണാധികാരികൾ ഒരുക്കി ജനങ്ങളെ കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു ഗ്രാമം മുഴുവൻ വിഷരഹിത ഭക്ഷണം കഴിച്ച് ആരോഗ്യമുള്ളവരാകുന്നു. നീർച്ചാലുകൾ ആഴം കൂട്ടി, മാലിന്യങ്ങൾ നീക്കി, കരിങ്കൽ ഭിത്തി കെട്ടി സംരക്ഷിച്ച് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുകയാണ്. കേരളത്തിന് അന്യമാകുന്ന കാഴ്ചകൾ ഇവിടെ കൺകുളിർക്കെ കാണും. ഇതാണ് കിഴക്കമ്പലത്തെ പൊതുവിതരണ സമ്പ്രദായം. പുഴുത്ത അരിയുടെ നാറ്റമടിക്കുന്ന
പരിമിത സൗകര്യം മാത്രമുള്ള നമ്മുടെ റേഷൻ കടകളുടെ കിഴക്കമ്പലം മോഡൽ. ആയിരക്കണക്കിന് ചതുരശ്ര അടിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ അരി, പാൽ, മാംസം, പച്ചക്കറി, മരുന്ന്, ഒരു ആധുനിക സൂപ്പർ മാർക്കറ്റിൽ ലഭിക്കുന്ന എല്ലാം 50% താഴെ വിലക്കുറവിൽ ഈ ഗ്രാമവാസികൾക്ക് ലഭ്യമാക്കുന്നു. മാത്രമല്ല, സാമ്പത്തിക സുരക്ഷിതത്വമില്ലാത്ത ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ഇവയെല്ലാം തികച്ചും സൗജന്യമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ബാക്കി ഇവിടുത്തെ ജനങ്ങൾ പറയട്ടെ. 2020 സാറ് ഈ കട തുടങ്ങുന്നതിന് മുമ്പ് ഓരോ വീടുകളിൽ ഉപ്പും മുളകും പോലും ഉണ്ടായില്ല. ഇപ്പം എല്ലാ കൂട്ടവും വളരെ ഓണം പോലെയാണ് കഴിക്കുന്നത്. അരിയും സാധനങ്ങളും ഒന്നും ഇപ്പോൾ വേണ്ടാത്ത ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ദാരിദ്ര്യം ഏതിനെ പോയെന്ന് അറിയാൻ പാടില്ല. നമുക്കിപ്പോൾ ഇവിടെ അരി ശരിക്കും പറഞ്ഞാൽ 10 കിലോ 110 രൂപ 120 രൂപ റേഞ്ച് കിട്ടും. പിന്നെ വെളിച്ചെണ്ണയാണെങ്കിൽ 59 രൂപ റേഞ്ച് കിട്ടും. പാല് ഒരു പാക്കറ്റ് 5 രൂപ, പഞ്ചസാര 12 രൂപ 10 രൂപ താഴെ കിട്ടും. ഈ കൊറോണ കാലഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ 80% താഴെ വില കുറച്ചാണ് ഭക്ഷ്യവസ്തുക്കൾ ഞങ്ങൾക്ക് സ്റ്റാളിൽ നിന്ന് ലഭിക്കുന്നത്. ഒരു 500 രൂപ കൊണ്ട് പോലും വന്നാൽ പോലും ഞങ്ങൾക്ക് ട്രോളി നിറയെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടുന്ന് മടങ്ങി പോകാൻ സാധിക്കുന്നത്. ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായ ഒന്നാണ് ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ്. സാധാരണക്കാരൻ്റെ എളിയ ഭക്ഷണമാണ് ചാള, അത് മത്തി എന്ന് പറയും. അത് 250 രൂപ, 220, 240 രൂപയാണ് പുറം മാർക്കറ്റിൽ വില. ആ സാധനത്തിൻ്റെ വില ഇവിടെ 80, 100, 120ഒക്കെയാണ്. ഇന്നത്തെ വില തുച്ഛമായ വില. ഇന്ന് പറയുമ്പോൾ 80 രൂപയാണിത്. പുറം മാർക്കറ്റിൽ നിന്ന് അതിന് നമ്മൾ 160 രൂപ വില. എന്താ കേര, ഇപ്പോൾ ഇച്ചിരി പൈസ ഉള്ളവർക്കും വേണം കേര. 360 രൂപയുടെ കേര എന്ന് പറയുമ്പോൾ നല്ല പീസ് കഷ്ണം. അത് ഇന്നത്തെ ഞങ്ങളുടെ ഇവിടുത്തെ മാർക്കറ്റിലെ വില എന്ന് പറയുമ്പോൾ അത് 210 രൂപയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം തരുമ്പോൾ കിഴക്കമ്പലം 20 ഭരിക്കുന്ന പഞ്ചായത്തിൽ മാത്രമേ കിട്ടുള്ളൂ തരുമ്പോൾ സാധാരണക്കാർ ജീവിക്കാൻ. പരമ്പരാഗത രാഷ്ട്രീയ പരസ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവരാരും അഭിനേതാക്കളല്ല. ഇവരാണ് 2020യുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ. രാഷ്ട്രീയക്കാർക്ക് അഴിമതിയാണ് അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. 2020 ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് അഴിമതിയല്ല, നാടിൻ്റെ വികസനമാണ്. അതുപോലെ 2020 പോലെയുള്ള പ്രസ്ഥാനത്തെ നമുക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാം. അത് നമ്മുടെ കടമയാണ്. നമുക്ക് ഭാവിയിൽ നന്മയുണ്ടാവണമെങ്കിൽ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വന്നേ പറ്റൂ. രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തള്ളി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നമുക്ക് വിജയിപ്പിക്കാം. നമ്മൾ മടുത്ത അഴിമതിയെയും നമ്മൾ വെറുത്ത കപട രാഷ്ട്രീയക്കാരെയും വോട്ടിലൂടെ തുടച്ചു നീക്കാം. ഇന്ന് കിഴക്കമ്പലം, നാളെ എറണാകുളം, മറ്റന്നാൾ കേരളം, അധികം താമസിയാതെ ഭാരതം. 2020ൽ പ്രതീക്ഷയുടെ ഒരു പൊൻകിരണം ഞാൻ കാണുന്നു.